Hi dear students, welcome to Brilliant. I am Srikanth, Maths in the faculty ആണ് ഇവിടുത്തെ. അപ്പോൾ നിങ്ങൾ സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ എഴുതാനായിട്ട് ഉള്ള കുട്ടികളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒക്ടോബറിൽ കഴിഞ്ഞ ഒരു സ്ക്രീൻ ടെസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ഒരു ഡിസംബറിൽ നമുക്കൊരു സ്ക്രീൻ ടെസ്റ്റ് ഉണ്ട്. സ്ക്രീൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് 11th നമ്മുടെ സ്കൂളിൻ്റെ തന്നെ നമ്മുടെ തന്നെ ക്ലാസ്സുകളിലുള്ള 11th നമ്മുടെ കെയർ ഓഫിലുള്ള സ്കൂളിലേക്കുള്ള അഡ്മിഷൻ മീൻസ് നീറ്റ് ആൻഡ് IITsന് വേണ്ടിയുള്ള IIT എക്സാംസിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ അതിനോടൊപ്പം നടക്കുന്നു. അതിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയുള്ള സ്ക്രീനിങ് ടെസ്റ്റ് ആണ് ഡിസംബറിൽ നെക്സ്റ്റ് നമ്മുടെ രണ്ടാമത്തെ റൗണ്ടിൽ നടക്കാൻ പോകുന്നത്. അതിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ ഉദ്ദേശിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ മാത്സിൽ നിങ്ങൾക്ക് കുറേ ടോപ്പിക്സൊക്കെ തന്നിട്ടുണ്ട്. ആ ടോപ്പിക്സിൽ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആയിരിക്കും വരിക. ഏകദേശം എങ്ങനെയൊക്കെ ആൻസർ ചെയ്യണം, എന്തൊക്കെയാണ് അതിൽ പഠിച്ചു വയ്ക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പോളിനോമിയൽസ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ നിന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ 10th നിങ്ങൾ പോളിനോമിയൽ പഠിക്കും. സെക്കൻഡോ തേർഡോ ചാപ്റ്റർ ആയിട്ടോ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടാണെന്ന് തോന്നുന്നു പോളിനോമിയൽസ് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് അതും നിങ്ങൾ പഠിക്കുന്നുണ്ട് ഒരു 5th or 6th ചാപ്റ്റർ ആയിട്ട് 10th. ഇത് നമ്മുടെ സ്ക്രീൻ ടെസ്റ്റിൻ്റെ സിലബസിലുള്ള ചാപ്റ്റേഴ്സാണ്. എന്തൊക്കെ പഠിക്കണം ഒരു ചെറിയൊരു ഒരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പോളിനോമിയൽ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താ ഈ പോളിനോമിയൽ എന്ന് വെച്ചാൽ. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ അൻ എക്സ്പ്രഷൻ ഇൻ ദ എക്സ്. പല ടൈപ്പ് പോളിനോമിയൽസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലീനിയർ പോളിനോമിയൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലീനിയർ പോളിനോമിയൽ വെച്ചാൽ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിനാണ് നമ്മൾ ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നത്. P of x equals ax plus b, where a not equal to 0, a and b are real constants, is called എന്താണ് ലീനിയർ പോളിനോമിയൽ. അതേപോലെ തന്നെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയും. എന്താ ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് the polynomials of the form ax square plus bx plus c where a not equal to 0, a b c are real constants. ഇതാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. ദെൻ ക്യൂബിക് പോളിനോമിയൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയുമ്പം ദ പോളിനോമിയൽ ഓഫ് ദ ഫോം തേർഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയും. ax ക്യൂബ് പ്ലസ് bx സ്ക്വയർ പ്ലസ് cx പ്ലസ് d where a not equal to 0, a b c d are constants. ഇതാണ് ക്യൂബിക് പോളിനോമിയൽ. അതുപോലെ തന്നെ ഫോർത്ത് ഡിഗ്രി പോളിനോമിയൽ ബൈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയും. ax raised to 4 പ്ലസ് bx ക്യൂബ് പ്ലസ് cx സ്ക്വയർ പ്ലസ് dx പ്ലസ് e where a not equal to 0. a b c d e are constants. ഇതാണ് പോളിനോമിയൽസ് എന്നുള്ള ഐഡിയ. ഇതിൻ്റെ സീറോസ് ഓഫ് ദ പോളിനോമിയൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. എന്താണ് സീറോ ഓഫ് എ പോളിനോമിയൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? സീറോ ഓഫ് എ പോളിനോമിയൽ മീൻസ് എന്താണ്? ആൽഫ ഈസ് കോൾഡ് സീറോ ഓഫ് ദ പോളിനോമിയൽ. ആൽഫ എന്ന് പറയുമ്പോൾ ഞാനൊരു നൊട്ടേഷൻ കൊടുത്തതേ ഉള്ളൂ. എന്താ? ഇഫ് പി ഓഫ് ആൽഫ ഈക്വൽ 0, അതായത് എക്സിന് പകരം ആ വേരിയബിളിന് പകരം ആ നമ്പർ ഇട്ട് കൊടുത്താൽ ആ പോളിനോമിയലിന്റെ വാല്യൂ 0 കിട്ടുന്നുവെങ്കിൽ വാല്യൂ ഓഫ് എ പോളിനോമിയൽ നിങ്ങൾക്കറിയാം. ആ ആൽഫനെ നമ്മളതിൻ്റെ 0 എന്ന് പറയും. ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ കൺസിഡർ ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x മൈനസ് 1. ഇവിടെ നമ്മൾ എക്സിന് നമ്മൾ 1/2 എന്നുള്ള വാല്യൂ കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. അതായത് പി ഓഫ് 1/2 നമ്മൾ കണ്ടുപിടിക്കുന്നു എന്ന് വിചാരിക്കാം. എന്താ പി ഓഫ് 1/2 കണ്ടുപിടിക്കുകയാണെങ്കിൽ എക്സിന് നമ്മൾ 1/2 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? 2 × 1/2 മൈനസ് 1. 2 × 1/2 മീൻസ് 2 2 കട്ടായി പോകും. 1 മൈനസ് 1 0. സോ എക്സിന് നമ്മൾ 1/2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതായത് വാല്യൂ ഓഫ് ദ പോളിനോമിയൽ അറ്റ് എക്സ് ഈക്വൽ ടു 1/2 ഈസ് 0. സോ വി ക്യാൻ സേ ദാറ്റ് എക്സ് ഈക്വൽ ടു 1/2 ഈസ് എ സീറോ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയാൻ പറ്റും. സീറോ ഓഫ് ദിസ് പോളിനോമിയൽ. അതേപോലെ തന്നെ ലെറ്റ് us consider a quadratic polynomial p of x equals ax square plus bx plus c. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇതാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ
എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 എടുക്കാം. എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 എടുക്കുവാണെങ്കിൽ പി ഓഫ് 2 നോക്കിയേ, വാട്ട് ഇസ് പി ഓഫ് 2? 2 സ്ക്വയർ മൈനസ് 5 into 2 plus 6. 2 square is 4, 5 into 2 is 10 plus 6. 4 plus 6 is 10, 10 minus 10 is 0. So P of 2 0 to know. So we can say that x equal to 2 is a 0 of this polynomial. Now P of 3, എന്താ നോക്കിക്കേ, P of 3 എന്ന് പറയുന്നത് 3 square minus 5 into 3 plus 6. You know 3 square, 9, 5 into 3, 15 plus 6. 9 plus 6 is 15, minus 15, 15 minus 15 is 0. So P of 3 0 കിട്ടുന്നു, P of 2 0 കിട്ടുന്നു. So we can say that x equal to 2 and x equal to 3 are zeros of this polynomial. So ആദ്യം നമ്മൾ എടുത്തത് ഒരു ലീനിയർ പോളിനോമിയൽ ആയിരുന്നു. ലീനിയർ പോളിനോമിയലിന് ഒരേ ഒരു 0 മാത്രമേ കാണത്തുള്ളൂ. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എടുത്താൽ, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എടുത്താൽ അതിന് മാക്സിമം 2 zeros ഉണ്ടാകും. ഇവിടെ ഇപ്പോൾ നമുക്ക് x equal to 2 ഒരു 0 ആണ്, x equal to 3 ഒരു 0 ആണ്. ഇനി ഗ്രാഫ് എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. ഗ്രാഫ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഉണ്ട്. ഈ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൽ എക്സിന് കൊടുക്കുന്ന വാല്യൂസ് എല്ലാം എക്സ് ആക്സിസിലും ആ ഫംഗ്ഷൻ്റെ പോളിനോമിയലിൻ്റെ വാല്യൂസ് എല്ലാം വൈ ആക്സിലും എടുത്തിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷേപ്പ് കിട്ടും. ആ ഷേപ്പിനെയാണ് നമ്മൾ ഗ്രാഫ് ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത്. നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്, പഠിച്ചിട്ടുണ്ടാകും. ഒരു ലീനിയർ പോളിനോമിയലിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ദ ഗ്രാഫ് ഓഫ് എ ലീനിയർ പോളിനോമിയൽ, graph of a linear polynomial is a straight line ആയിരിക്കും. ഒരു ലീനിയർ പോളിനോമിയലിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇതേപോലെ തന്നെ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഗ്രാഫ് എടുത്താൽ, ഗ്രാഫ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, quadratic polynomial, graph of a quadratic polynomial is a parabola എന്ന് പറയും. പാരബോള, സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കർവ് ആയിരിക്കും. എന്നാൽ പാരബോള കേട്ടുണ്ടോ? പാരബോള എന്ന് പറഞ്ഞാൽ, പാരബോള എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോർഡിനേറ്റ് ആക്സസ്, എക്സ് ആക്സസ്, വൈ ആക്സസ് എടുക്കുകയാണെങ്കിൽ പാരബോള എന്ന് പറയുമ്പം ഇതാണ് പാരബോള. ഇങ്ങനെയാവാം, ഓർ ഇങ്ങനെയാണ്. ഈ ഷേപ്പിനെയാണ് നമ്മൾ പാരബോള എന്ന് പറയുന്നത്. ഇത് ഓപ്പൺ അപ്വേർഡ് പാരബോള ആൻഡ് ദിസ് ഈസ് ഓപ്പൺ ഡൗൺവേർഡ് പാരബോള എന്ന് പറയും. ഓപ്പൺ അപ്വേർഡ് പാരബോള, ഓപ്പൺ ഡൗൺവേർഡ് പാരബോള എന്ന് പറയും. ഇനി എപ്പോഴാണ് ഇത് ഓപ്പൺ അപ്വേർഡ്, ഓപ്പൺ ഡൗൺവേർഡ് ആകുന്നത്? നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ഇതല്ലേ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അതിൽ എ പോസിറ്റീവ് ആകുമ്പോഴാണ്, എ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴാണ് പാരബോള എന്ത് വരുന്നത്? ഓപ്പൺ അപ്വേർഡ് പാരബോള വരുന്നത്. അതല്ല എയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ, എയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ പാരബോള ഓപ്പൺ ഡൗൺവേർഡ്സ് ആയിരിക്കും. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 എന്ന് പറയുന്നൊരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. അതിന് P2 ഒരു 0 ആണ്,
3യും ഒരു 0 നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 എടുത്താൽ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എ 1. അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? പോസിറ്റീവാണ്. സോ ഈ പാരബോള എന്ന് പറയുന്നത് ഓപ്പൺ അപ്വേർഡ് പാരബോളയാണ്. കാരണം എ പോസിറ്റീവാണ്, എ 1 ആണ്, പോസിറ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എടുത്താൽ ഇതേപോലെ തന്നെ ഓപ്പൺ അപ്വേർഡ് പാരബോളയായിരിക്കും. എന്നാൽ നമ്മൾ സെയിം തന്നെ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 6 എന്നുള്ളൊരു പോളിനോമിയൽ എടുക്കുന്നു. ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് -1, എ എന്ന് പറയുന്നത് -1. എ നെഗറ്റീവ് ആയതുകൊണ്ട് ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ഡൗൺവേർഡ് പരാബോളയായിരിക്കും. സോ the graph of a quadratic polynomial ax square plus bx plus c is a parabola. If a is positive, coefficient of x square is known as a. If it is positive, the parabola is open upward. If a is negative, the parabola is open downward. ഇനി ഈ പറയുന്ന പോളിനോമിയലിൻ്റെ ഗ്രാഫ് എക്സ് ആക്സിസിനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് എന്ന് പറയുന്നതായിരിക്കും ആ പോളിനോമിയലിൻ്റെ സീറോസ് എന്ന് പറയുന്നത്. The points at which the parabola intersects the x-axis are called zeros. The x-coordinate of that points are the zeros of the polynomial. Zeros of the polynomial എന്ന് പറയും. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ് സീറോസ് ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയും. ഇതാണ് കേസ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടു എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6ൻ്റെ സീറോസ് ഏതൊക്കെയാ? എക്സ് ഈക്വൽ ടു 2ഉം എക്സ് ഈക്വൽ ടു 3യും എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഗ്രാഫ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6ൻ്റെ ആണെങ്കിൽ ഈ പോയിന്റ് എന്ന് പറയുന്നത് 2,0 ആയിരിക്കും. ഈ പോയിന്റ് എന്ന് പറയുന്നത് 3,0 ആയിരിക്കും. അപ്പോൾ ലീനിയർ പോളിനോമിയലിൻ്റെ ഗ്രാഫ് നമ്മൾ പറഞ്ഞു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ലീനിയർ പോളിനോമിയൽ എക്സ് ആക്സിസ് വൈ ആക്സിസ് ഒറിജിൻ എടുത്താൽ ലീനിയർ പോളിനോമിയലിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിസിനെ എത്ര പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യത്തുള്ളൂ? ഓൺലി 1 പോയിന്റ്. സോ ലീനിയർ പോളിനോമിയലിന് അപ്പോൾ ഒരു 0 മാത്രമേ കാണത്തുള്ളൂ. എന്നാൽ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഗ്രാഫ് നമ്മൾ പറഞ്ഞു പരാബോളയാന്ന് പറഞ്ഞു. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ മാക്സിമം എക്സ് ആക്സിനെ എത്ര പോയിന്റ്സിൽ ഇന്റർസെക്ട് ചെയ്യുന്നു? 2 പോയിന്റിൽ വരെ ഇന്റർസെക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് മാക്സിമം 2 zeros ഉണ്ടാകും. പക്ഷെ എപ്പോഴും 2 zeros ഉണ്ടാകും എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ഇപ്പം ഈ കേസിൽ നമുക്ക് 2 zeros ഉണ്ട് അല്ലേ. ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഗ്രാഫ് വരച്ചാൽ ഇങ്ങനെ കിട്ടും 2ഉം 3യും അതിൻ്റെ സീറോസ് ആയതുകൊണ്ട് 2 പോയിന്റിൽ ഉറപ്പായിട്ട് ഇന്റർസെക്ട് ചെയ്യും. ബട്ട് ചില കേസിൽ നമ്മൾ ഗ്രാഫ് വരച്ചാൽ ഇങ്ങനെയായിരിക്കും പാരബോള. Parabola may be like this. So it touches the x-axis only at a single point. That means this quadratic polynomial has no 2 distinct zeros. 2 distinct zeros ഇവിടെ ഇല്ല. പിന്നെ എന്തായിരിക്കും? ഒരു പോയിന്റിൽ മാത്രമേ x-axis ടച്ച് ചെയ്യുന്നുള്ളത് കൊണ്ട് ഒരു 0 മാത്രമായിരിക്കും. അതായത് 2 zeros-ഉം equal ആയിരിക്കും. So in this case the quadratic polynomial has only 1 0. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നോക്കാം. p of x equals x square minus 2x plus 1. p of x equal to x square minus 2x plus 1 എടുത്താൽ അതിന് നമുക്ക് കാണാൻ പറ്റും p of 1 മാത്രമേ 0 വരത്തുള്ളൂ. p of 1 എടുത്ത് നോക്കാം. p of 1 എന്ന് പറയുന്നത് 1 square minus 2 into 1 plus 1. 1 minus 2 plus 1. This is 1 plus 1, 2 minus 2, 0.
എക്സ് ഈക്വൽ ടു 1-ൽ മാത്രമേ ഈ പോയിന്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. എക്സ് ഈക്വൽ ടു 1-ൽ മാത്രമേ ഈ പോളിനോമിയലിന്റെ വാല്യൂ 0 ആകത്തുള്ളൂ. സോ എക്സ് ഈക്വൽ ടു 1 ഈസ് ദ ഓൺലി 0 ഓഫ് ദിസ് പോളിനോമിയൽ. സോ ദ ഗ്രാഫ് വിൽ നോട്ട് intersect the x-axis at two distinct points like this, but the parabola touches the x-axis in this case. അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയതുകൊണ്ടാണ് കേട്ടോ. ദിസ് ഈസ് ഓഫ് ദ ഫോം എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതിന്റെ കേസ് ഇങ്ങനെയാണ്, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ, എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ആയത്. എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ 0 ആകണമെങ്കിൽ എക്സ് ഈക്വൽ ടു 1 ആയിരിക്കണം. അങ്ങനെയാണ് ഈ 1 കിട്ടുന്നത്. 1 മാത്രമേ ഇതിലുണ്ടാകത്തുള്ളൂ. അപ്പോൾ ഒരു 0, സിംഗിൾ 0 എന്ന് പറയും, ഒരു 0 മാത്രമുള്ള കേസ്. ഇനി ചില കേസിൽ ഗ്രാഫ് നമ്മൾ ഇങ്ങനെ വരാം. ഇൻ സം കേസസ് graph may be like this. Parabola, open upwards parabola എക്സ് ആക്സിസിനെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഈ കേസിൽ, ആദ്യത്തെ കേസിൽ എക്സ് ആക്സിസിനെ 2 ഡിസ്റ്റിങ്ക്ട് പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്തു, 2 സീറോസ് ഉണ്ട്, ഡിസ്റ്റിങ്ക്ട് സീറോസ് ഉണ്ട്. രണ്ടാമത്തെ കേസിൽ പാരാബോള എക്സ് ആക്സിനെ ഒരു പോയിന്റിൽ ടച്ച് ചെയ്തു, സിംഗിൾ 0 ഉള്ളൂ, ഒരു 0 മാത്രം. മൂന്നാമത്തെ ഞാനിപ്പോൾ വരച്ച കേസിൽ പാരാബോള neither touches nor intersects the x-axis, means in this case the polynomial has no real zeros. zeros ഇല്ല. റിയൽ നമ്പർ ആയിട്ട് 0, റിയൽ നമ്പർ പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ, റിയൽ നമ്പർ ആയിട്ട് ഇതിന് 0 ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് മാക്സിമം 2 സീറോസ് മാത്രമേ വരത്തുള്ളൂ. എല്ലായ്പ്പോഴും 2 സീറോസ് തന്നെ നിർബന്ധമില്ല. ചില കേസിൽ 1 0 സിംഗിൾ 0 മാത്രമായിരിക്കാം, ചില കേസിൽ 0 വരാതെയും ഇരിക്കാം. സോ ദ മാക്സിമം സീറോസ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈസ് 2. ആൻഡ് ജോമെട്രിക്കൽ മീനിങ് ഓഫ് 0 means what? The points, x coordinates of the points where the graph of the quadratic polynomial is a parabola intersects the x-axis. If the x-axis intersects the parabola at 2 distinct points, the quadratic polynomial must have 2 zeros. If the parabola touches the x-axis at only 1 point, it has only 1 0, single 0. If the parabola neither touches nor intersects the x-axis, then the polynomial has no zeros, real zeros എന്ന് പറയാൻ പറ്റും. ഓക്കെ, പഠിച്ചോളുക. ഇനി നമ്മൾ ഇതിനകത്തുനിന്നും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ളൊരു ഐഡിയയിലേക്ക് വരുവാണ്. ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ് നമ്മൾ പഠിച്ചത്. ഇതിൽ നിന്നും നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്നുള്ള ഐഡിയയിലേക്ക് വരുവാണ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇക്വേഷനാണ്. അതായത് പോളിനോമിയലിനെ നമ്മളൊരു ഈക്വൽ ടു 0 ഇട്ട് കൊടുത്താൽ അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായി. സോ ദ ഇക്വേഷൻസ് ഓഫ് ദ ഫോം ax² plus bx plus c equal to 0, where a not equal to 0, a, b, c are real constants, is called quadratic equations. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈക്വൽ ടു 0 ഇട്ട് കൊടുത്താൽ കിട്ടുന്നതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ വാല്യൂസിനെ നമ്മൾ റൂട്ട്സ് ഓർ സൊല്യൂഷൻസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയും. അവിടെ നമ്മൾ പോളിനോമിയലിന്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? അതിനെ 0 ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ഈ പോളിനോമിയൽ എടുക്കുവാണെങ്കിൽ x² - 5x + 6 എന്നുള്ള പോളിനോമിയൽ എടുത്താൽ p of 2 0 ആണ്, p of 3 0 ആണ്. അപ്പൊ x = 2, x = 3 ഈ പോളിനോമിയലിന്റെ സീറോസ് എന്ന് പറയും. നമ്മൾ ഇതിനെ പോളിനോമിയൽ ആയിട്ട് ആകേണ്ടത് ഇതിനെ ഒരു ഇക്വേഷൻ ആയിട്ട് കാണുവാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ x² - 5x + 6 = 0 ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കാണുവാണെങ്കിൽ, ഇക്വേഷനായിട്ട് പറയുവാണെങ്കിൽ, ഈ ഇക്വേഷന്റെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ വാല്യൂസിനെ നമ്മൾ റൂട്ട്സ് ഓർ സൊല്യൂഷൻസ് എന്ന് പറയും.
റൂട്ട്സ് ഓർ സൊല്യൂഷൻസ് എന്ന് പറയും. നേരത്തെ അതേ വാല്യൂ ആയിരിക്കും, 0 എന്ന് പറയുന്ന വാല്യൂസ് തന്നെ ആയിരിക്കും. നോക്കിക്കേ, എക്സിന് നമ്മൾ 2 ഇട്ട് കൊടുത്ത് നോക്കുക. എക്സിന് 2 ഇട്ട് കൊടുത്താൽ എന്ത് വരും? 2 square minus 5 into 2 plus 6. 2 square is 4. 4 plus 6 10. 10 minus 10 zeros. X equal to 2 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, 0 കിട്ടുന്നുണ്ട്. X equal to 3 ഇട്ട് കൊടുത്താൽ അതും സാറ്റിസ്ഫൈ. 3 square minus 5 into 3 plus 6. 9 plus 6 15 minus 15 0. So x equal to 2, x equal to 3 ഇതിൻ്റെ അപ്പോൾ റൂട്ട്സ് ആണ്. പോളിനോമിയലിൻ്റെ സീറോസ് എന്ന് പറയുന്നു, ഇവിടെ നമ്മളിതിൻ്റെ റൂട്ട്സ് ഓർ സൊല്യൂഷൻസ് എന്ന് പറയും. ഇനി ഇതിപ്പോൾ നമ്മൾ ട്രയൽ ചെയ്ത് കണ്ടുപിടിച്ചു. അതല്ലാതെ കണ്ടുപിടിക്കാൻ നമുക്ക് 3 മെത്തേഡ്സ് ഉണ്ട്. അതിൽ 2 മെത്തേഡ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കണം. ഫസ്റ്റ് വൺ ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറയും. ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്താണെന്നറിയാമോ? ഈ ഫാക്ടറൈസേഷൻ മെത്തേഡ് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പോളിനോമിയലിനെ ഇഫ് പോസിബിൾ ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഫാക്ടറൈസ് ചെയ്യുക. എങ്ങനെയാണ് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഫാക്ടറൈസേഷൻ? നിങ്ങൾ 9th പഠിക്കുന്നുണ്ട്. എങ്ങനെയാ? പ്രൊഡക്റ്റ് ആയിട്ട് 6, സം ആയിട്ട് -5 വരുന്ന 2 നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. വിച്ച് ആർ ദ 2 നമ്പേഴ്സ് വിച്ച് ഗീവ്സ് product 6 and sum -5? You know they are -2 and -3, right? -2 into -3 positive 6. -2 plus -3 -5. അങ്ങനെയാണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ 1 ആണെങ്കിൽ ഇതിനെ നമുക്ക് ഡയറക്റ്റ് ഫാക്ടറൈസ് ചെയ്തിട്ട് പറയാം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് x-2 into x-3 equal to 0 എന്ന് പറയാം. So the product of 2 factors equal to 0 means what? Either x-2 0 or x-3 0. കേട്ടില്ലേ? 2 നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് 0 ആകണമെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം 0 ആയേ പറ്റൂ, അല്ലേ? ഇപ്പൊ 2 into 3 ഒരിക്കലും 0 ആവില്ല, 6 വരത്തുള്ളൂ. എന്നാൽ 0 വരണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് 0 ആകണം. 0 into 2 0 യാ, 3 into 0യും 0 യാ. അപ്പൊ 2 എണ്ണത്തിന്റെ പ്രൊഡക്റ്റ് 0 ആണ്, മീൻസ് either of them will be 0. അപ്പം ഇതിന്റെ x-2 into x-3 0 ആണെങ്കിൽ ഒന്നുകിൽ x-2 0 ആയിരിക്കണം, അല്ലെങ്കിൽ x-3 0 ആയിരിക്കണം, which implies x equal to 2 or x equal to 3. So roots of this quadratic equation are 2 and 3 എന്ന് പറയും. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് എന്ന് പറയുന്നത് 2 and 3. ഇതിനെ നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറയും. ഇത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്ന കേസിലെല്ലാം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും, ഈസിയാണ്. ഇനി ഇത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്ത കേസുകൾ ഉണ്ട്, അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വേറൊരു മെത്തേഡ് ഉണ്ട്, ക്വാഡ്രാറ്റിക് ഫോർമുല എന്ന് പറയും നമ്മൾ. ക്വാഡ്രാറ്റിക് ഫോർമുല കേട്ടിട്ടുണ്ടാകും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. എന്തുവാ ക്വാഡ്രാറ്റിക് ഫോർമുല? ax square plus bx plus c equal to 0 എന്ന് പറയുന്നൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, അതാണ് ക്വാഡ്രാറ്റിക് ഫോർമുല. x ഈക്വൽസ് -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a, where a is the coefficient of x square, b is the coefficient of x and c is the കോൺസ്റ്റന്റ് ടേം എന്ന് നമ്മൾ പറയും. ax square plus bx plus c equal to 0 റൂട്ട്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. സെയിം എക്സാമ്പിൾ നമ്മൾ എടുക്കുവാണെങ്കിൽ കൺസിഡർ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. കൺസിഡർ ചെയ്താൽ എ ബി സി എന്തൊക്കെയാ? എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു -5, സി ഈക്വൽ ടു 6, അല്ലേ? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ 1, ദാറ്റ് ഈസ് എ. Coefficient of x -5, that is b. Constant term 6, that is c. So ഇവിടെ കൊടുത്താൽ എന്ത് വരും? അപ്പം x ഈക്വൽസ് -b, b -5, അപ്പം -b എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഓഫ് -5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b square -5 the whole square minus 4 into 1 into 6 whole divided by 2a, 2 into 1.
എന്താ വരിക? നെഗറ്റീവ് ഓഫ് -5 ഈസ് 5 പ്ലസ് ഓർ മൈനസ് root of -5 the whole square is 25 minus 4 into 1 into 6. It's 24 divided by 2 into 1. It's 2. That is 5 plus or minus 25 minus 24 is 1. Root of 1 is 1 divided by 2. So there are two values. One is 5 plus 1 by 2 and other is 5 minus 1 by 2. You know what is 5 plus 1? 6. So this is 6 by 2 and 5 minus 1, it's 4. 4 by 2, 6 by 2 is 3. 4 by 2 is 2. So 3 and 2 are the solutions of this quadratic equation. See, അതെന്നല്ലേ കിട്ടിയത്? 2 and 3 factorize ചെയ്തപ്പോഴും നമുക്ക് 2 and 3 കിട്ടി. ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചപ്പോഴും നമുക്ക് 2 and 3 തന്നെ കിട്ടി. സോ പഠിച്ചോളുക കേട്ടോ. ക്വാഡ്രാറ്റിക് ഫോർമുല ax square plus bx plus c equal to 0 എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ സോൾവ് ചെയ്യാനുള്ള ഫോർമുലകളാണ്. എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നെഗറ്റീവ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡ് ബൈ 2a എന്ന് പറയും. ഇനി ഈ സ്ക്വയർ റൂട്ടിന് ഉള്ളിലുള്ള the term inside the square root, what is that? b square minus 4ac, അതിനെ നമ്മളൊരു പേര് വിളിക്കും. b square minus 4ac is called discriminant എന്ന് പറയും നമ്മൾ. Discriminant of the quadratic equation, we denote it as capital D. b square minus 4ac എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷനെ നമ്മൾ ഡിസ്ക്രിമിനന്റ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പറയും. നമുക്ക് ഈ ഡിസ്ക്രിമിനന്റ് മാത്രം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ റൂട്ട്സിന്റെ നേച്ചർ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. റൂട്ട്സ് കണ്ടുപിടിക്കാണ്ട് തന്നെ റൂട്ട്സിന്റെ നേച്ചർ പറയാൻ പറ്റും. നോക്കാം, നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് ഈ ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആണെങ്കിൽ, ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താ പറയാൻ പറ്റുക എന്നറിയാവോ? ദ റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഈക്വൽ എന്ന് പറയാൻ പറ്റും. റൂട്ട്സ് റിയലുമായിരിക്കും, രണ്ടും ഈക്വലുമായിരിക്കും. കാരണം ഈ പറയുന്ന ബി സ്ക്വയർ മൈനസ് 4ac 0 ആയി കഴിഞ്ഞാൽ ഈ നമ്പർ 0 അപ്പോൾ -b പ്ലസ് 0 എടുത്താലും -b മൈനസ് 0 എടുത്താലും ഒന്ന് തന്നെ. 0 ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും ഒരേ എഫക്റ്റാണ്. അപ്പോൾ രണ്ട് റൂട്ട്സും ഈക്വൽ ആയിരിക്കും, റിയൽ ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ ബി സ്ക്വയർ മൈനസ് 4ac പോസിറ്റീവായിട്ടാണ് കിട്ടുന്നതെങ്കിൽ, ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ ഗ്രേറ്റർ ദാൻ 0 പോസിറ്റീവായിട്ടുള്ള ഒരു വാല്യൂ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദ റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയാൻ പറ്റും. കാരണം ബി സ്ക്വയർ മൈനസ് 4ac ഒരു പോസിറ്റീവ് നമ്പർ കിട്ടി കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് അതിന് ഉണ്ടാകും. അത് ചിലപ്പം റാഷണൽ ആണെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ √4 എന്നൊക്കെ വന്നാൽ 2, പക്ഷേ √5 എന്ന് പറഞ്ഞാൽ അത് √5 തന്നെ എഴുതേണ്ടി വരും. ബട്ട് ഇറാഷണൽ റൂട്ട്സ് ആകുന്നേ ഉള്ളൂ. എന്താണേലും ഇത് പോസിറ്റീവ് വന്നാൽ -b പ്ലസ് √b സ്ക്വയർ മൈനസ് 4ac ബൈ 2 എടുക്കുമ്പോൾ ഒരു വാല്യൂ കിട്ടും. -b മൈനസ് √b സ്ക്വയർ മൈനസ് 4ac ബൈ 2 എടുക്കുമ്പോൾ നെക്സ്റ്റ് വാല്യൂ കിട്ടും. എന്തായാലും 2 റൂട്ട്സ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യും. ദെൻ മൂന്നാമത്തെ ഒരു കേസും കൂടിയുണ്ട്. കേസ് 3 എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ പറയും ദ റൂട്ട്സ് ആർ റിയൽ അല്ല. റിയൽ അല്ലാത്തതിനെ നമ്മൾ 11th നിങ്ങൾ പഠിക്കത്തുള്ളൂ, ഇമാജിനറി എന്ന് പറയും. ദ റൂട്ട്സ് ആർ ഇമാജിനറി എന്ന് പറയും. ഇമാജിനറി നിങ്ങൾ 10th പഠിക്കുന്നില്ല, 11th പഠിക്കത്തുള്ളൂ. അതായത് ബി സ്ക്വയർ മൈനസ് 4ac നെഗറ്റീവ് വരിക മീൻസ് ദ നമ്പർ ഇൻസൈഡ് ദ സ്ക്വയർ റൂട്ട് ഈസ് നെഗറ്റീവ്. പഠിക്കുന്നുണ്ടോ? നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിന്റെ സ്ക്വയർ റൂട്ട് പഠിക്കുന്നുണ്ടോ? √(-1) 10th വരെ നമുക്കത് പഠിക്കാനില്ല.
11th നമ്മളത് പഠിക്കും. ഇത് റിയൽ നമ്പർ അല്ല, ഇമാജിനറി നമ്പർ എന്ന് പറയും. നമ്മളിതിനെ ഐ എന്ന് പറയുന്നൊരു ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും, √-1. അത് 11th എത്തുമ്പോൾ നിങ്ങൾ പഠിക്കും. എന്നിവ ഇപ്പം തൽക്കാലത്തേക്ക് മനസ്സിലാക്കുക. ദിസ് ഈസ് നോട്ട് എ റിയൽ നമ്പർ ബട്ട് ആൻ ഇമാജിനറി നമ്പർ. സോ ഈ പറയുന്ന b² - 4ac നെഗറ്റീവ് എന്നാൽ √ഓഫ് എ നെഗറ്റീവ് നമ്പർ റിയൽ ആവത്തില്ല. അതുകൊണ്ട് റൂട്ട്സ് റിയൽ റൂട്ട്സ് ആയിരിക്കത്തില്ല, ഇമാജിനറി റൂട്ട്സ്. ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. b² - 4ac is called the discriminant of the quadratic equation. If we find the discriminant only, we can't state the nature of the roots. If b² - 4ac, the discriminant is equal to 0, the roots are real and equal. If it is positive, the roots are real and distinct. And if the discriminant is negative, the roots are not real, but they are imaginary. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ ഒരു എക്സാമിന് നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റിനെ ബേസിച്ചുള്ള എക്സാമായി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. For the quadratic equation x² - 5x + k = 0, if roots are equal, then k is options ഉണ്ടാവും. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ രണ്ട് റൂട്ട്സും ഈക്വൽ ആണെങ്കിൽ ചിലപ്പം ഇറ്റ് ഹാസ് ഓൺലി വൺ റൂട്ട് ഓർ സിംഗിൾ റൂട്ട് എന്നൊക്കെ ചോദിക്കും. ദെൻ ദ വാല്യൂ ഓഫ് കെ എന്താ നമ്മൾ പഠിച്ചത്? റൂട്ട്സ് ഈക്വൽ ആണെങ്കിൽ കണ്ടീഷൻ എന്താ? b² - 4ac = 0 ആയിരിക്കണം. സോ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഡിസ്ക്രിമിനന്റ് b² - 4ac എന്തായിരിക്കണം? 0 ആയിരിക്കണം. എന്തൊക്കെയാ? എ ഇവിടെ 1, ബി അല്ലെ, കോഎഫിഷ്യന്റ് ഓഫ് x² ആണ് 1, ബി -5, സി കെ കോൺസ്റ്റന്റ്. അപ്പോൾ ഇവിടെ കൊടുത്താൽ എന്ത് വരും? b² - -5 the whole square -4 × 1 × k = 0. So 25 - 4k = 0. So 25 ഇതപ്പുറത്ത് പോകുമ്പോൾ = 4k or 4k = 25. So കെയുടെ വാല്യൂ അപ്പോൾ എത്ര വരും? 25/4. ഓപ്ഷൻസിൽ ഈ വാല്യൂ ഉണ്ടാകും, നേരെ ചെയ്തിച്ചാൽ മതി, അത്രയേ ഉള്ളൂ, 25/4. അപ്പോൾ ഈ കണ്ടീഷൻ പഠിക്കുക കേട്ടോ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആകുന്ന എപ്പോഴാണ്, ഈക്വൽ ആകുന്ന എപ്പോഴാണ്, ഇമാജിനറി ആകുന്ന എപ്പോഴാണ്, ഡിസ്ക്രിമിനന്റ് നോക്കിയിട്ടാണ് നമ്മളത് തീരുമാനിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഒരു കാര്യം കൂടി പഠിച്ചിട്ട് നമുക്ക് ഏകദേശം നോക്കാം. നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax² + bx + c = 0 എന്നുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ നമ്മളിപ്പോൾ പഠിച്ചു. ഫോർമുല വെച്ചിട്ട് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി റൂട്ട്സ് കണ്ടുപിടിക്കാതെ തന്നെ നമുക്കിതിൻ്റെ സമ്മും പ്രൊഡക്റ്റും പറയാൻ പറ്റും. നമ്മൾ സാധാരണ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഗ്രീക്ക് ആൽഫബറ്റ്സ് ആൽഫയും ബീറ്റയുമാണ്. The roots of a quadratic equation are denoted as alpha and beta, Greek alphabets. അപ്പോൾ നമുക്ക് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാതെ തന്നെ ഇവരുടെ സമ്മും പ്രൊഡക്റ്റും പറയാൻ പറ്റും. സം ഓഫ് ദ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ആൽഫ + ബീറ്റ എന്നാണ്. എന്താണെന്നറിയാവോ? ആൽഫ + ബീറ്റ -b/a ആയിരിക്കും. കോഎഫിഷ്യന്റ് ഓഫ് എക്സിനെ കോഎഫിഷ്യന്റ് ഓഫ് x² കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് സൈൻ മൈനസ് ആക്കാം. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് ആൽഫ × ബീറ്റ എന്ന് പറയുന്നത് c/a ആയിരിക്കും. പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എന്ന് പറയുന്നത് c/a ആയിരിക്കും. പഠിക്കാം കേട്ടോ, ഇമ്പോർട്ടൻറ്റ്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax² + bx + c എന്ന് പറയുന്നൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുത്താൽ റൂട്ട്സ് ആൽഫ ബീറ്റ ആണെങ്കിൽ റൂട്ട്സ് കണ്ടുപിടിക്കാതെ തന്നെ നമുക്കിതിൻ്റെ സമ്മും പ്രൊഡക്റ്റും പറയാൻ പറ്റും. എന്തായിരിക്കും? സം ഓഫ് ദ റൂട്ട്സ് -b/a ആയിരിക്കും. പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ്
സി ബൈ എ ആയിരിക്കും. ഇപ്പോൾ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുത്താൽ നമ്മുടെ നേരത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നെ എടുക്കാം. എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. റൂട്ട്സ് കണ്ടുപിടിക്കാണ്ട് തന്നെ നമുക്ക് റൂട്ട്സിന്റെ സമ്മ് പറയാൻ പറ്റും. സം ഓഫ് ദ റൂട്ട്സ് എന്തായിരിക്കും? ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സം ഓഫ് ദ റൂട്ട്സ് ഫോർമുല നമ്മളിപ്പോൾ പഠിച്ചു. മൈനസ് ബി ബൈ എ. മൈനസ് ബി ബൈ എ. എന്തൊക്കെയാണ് ഇവിടെ? എ ബി സി. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ആണ് എ, 1. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ആണ് ബി, -5. കോൺസ്റ്റന്റ് ടേം ആണ് സി, 6. അപ്പോൾ എത്ര വരും? സം ഓഫ് ദ റൂട്ട്സ് മൈനസ് ഓഫ് ബി -5 ഡിവൈഡ് ബൈ എ. നെഗറ്റീവ് ഓഫ് -5 ഈസ് 5. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും. 5/1 എന്ന് പറയുമ്പം 5 ആണ് സം ഓഫ് ദ റൂട്ട്സ്. അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല സി ബൈ എ. സി എന്ന് പറയുന്നത് 6 ഡിവൈഡ് ബൈ എ എന്ന് പറയുന്നത് 1. 6/1 എന്ന് പറയുമ്പം 6 എന്ന് വരും. 6/1 ഈസ് 6 എന്ന് പറയും. ഓക്കെ, ഇനി ശരിയാണെന്ന് നമുക്കിത് നോക്കാം. നമ്മൾ നേരത്തെ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയതാ? എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റൂട്ട്സ് നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡിലും ഫോർമുല മെത്തേഡിലൊക്കെ സോൾവ് ചെയ്തായിരുന്നു. നമുക്ക് എന്ത് കിട്ടിയായിരുന്നു? 2 and 3 അല്ലേ കിട്ടിയതാ? എന്താ ഇന്ന് നോക്കി ഇതിന്റെ സമ്മ 2 + 3 5. ഇങ്ങനെയാണ് വിളിച്ചപ്പോഴും 5 തന്നെ. പ്രൊഡക്റ്റ് 2 × 3. 2 × 3 എന്ന് പറയുമ്പം 6. സി ബൈ എ എടുത്ത് കഴിഞ്ഞപ്പോഴും 6 തന്നെ ആയിരിക്കും. ഇതാണ് സംഭവം. പഠിക്കാം കേട്ടോ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്നുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുത്താൽ റൂട്ട്സ് കണ്ടുപിടിക്കാണ്ട് തന്നെ വിത്തൗട്ട് ഫൈൻഡിങ് ദ റൂട്ട്സ് വി ക്യാൻ ഡയറക്ട്ലി ഫൈൻഡ് ദ സം ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ്. എന്തായിരിക്കും? സമ്മ ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ എ, ആൽഫ ബീറ്റ സി ബൈ എ. ഇതിനകത്ത് നിന്ന് നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റിന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഇതെങ്ങനെ ചോദിക്കാറുണ്ട്? ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ റൂട്ട്സ് ഓഫ് 2x സ്ക്വയർ മൈനസ് 5x മൈനസ് 1 ഈക്വൽ ടു 0, then find ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ചോദിക്കും. അതിനായിട്ട് ഒരു മെത്തേഡ് ഇത് സോൾവ് ചെയ്തിട്ട് ആൽഫയും ബീറ്റയും കണ്ടുപിടിച്ചിട്ട് ഇവിടെ ചെയ്യാന്നുള്ളതാണ്. പക്ഷേ അതൊരു നല്ല മെത്തേഡല്ല. കാരണം ചിലപ്പോൾ ഇതിൻ്റെ റൂട്ട്സൊക്കെ നമുക്ക് ഇറാഷണൽ ആയിട്ടൊക്കെ ആയിരിക്കും കിട്ടുക. ഇറാഷണൽ റൂട്ട്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ സ്ക്വയർ ചെയ്യണം, ആഡ് ചെയ്യണതൊക്കെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞ പ്രകാരം ആൽഫ പ്ലസ് ബീറ്റ എഴുതുക. വാട്ട് ഈസ് ആൽഫ പ്ലസ് ബീറ്റ? മൈനസ് ബി ബൈ എ. എത്രയാണ് ഇവിടെ? മൈനസ് ബി ബൈ എ എന്ന് പറയുമ്പം മൈനസ് ഓഫ് ബി എന്ന് പറയുന്നത് -5 ഡിവൈഡ് ബൈ എ എന്ന് പറയുന്നത് 2. നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ 5/2 വരും. പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് ആൽഫ ബീറ്റ എഴുതുക. എന്താ ആൽഫ ബീറ്റ? സി ബൈ എ എന്ന് പറയുമ്പം -1 ഡിവൈഡ് ബൈ 2. ബട്ട് വി നീഡ് ടു ഫൈൻഡ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. ഫോർ ദാറ്റ് വി ഹാവ് ഹാഡ് an identity. We are studying it from 8th standard onwards. അല്ലേ? ഗ്രേഡ് 8 മുതൽ നമ്മൾ പഠിക്കുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്. a plus b the whole square. What is a plus b the whole square? It is simply a square plus b square plus 2ab. Am I right? A plus b the whole square is a square plus b square plus 2ab. So from that, how can you write the value of a square plus b square from here? A square plus b square എടുക്കാനായിട്ട് 2ab can be taken to left hand side. So it become a plus b the whole square minus 2ab. എക്ക് ആൽഫ കൊടുക്കുക, ബിക്ക് ബീറ്റ കൊടുക്കുക. എക്ക് ആൽഫയും ബിക്ക് ബീറ്റയും കൊടുത്താൽ ഇത് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്നാകും. ഈക്വൽസ് എന്ത് വരും? അത് ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ എന്ന് വരും. See, alpha plus beta we have already found. What is alpha plus beta? It's 5/2. Alpha beta we have already found. What is the value of alpha beta?
It's negative 1 by 2. So substituting here, alpha plus beta is 5 by 2. The whole square minus 2 into alpha beta negative 1 by 2. So 5 by 2 the whole square is 25 by 4. Here 2 gets cancels. Negative of negative 1 is plus 1. So 4 upon LCM cross multiply that 25 plus 4. Answer is 29 by 4. This completes the answer. ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ സമ്മും പ്രൊഡക്റ്റും വെച്ചിട്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. എല്ലാം ഒന്നും നമ്മളിപ്പോൾ പറയുന്നില്ല. നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഞാൻ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിന്ന് പറഞ്ഞത് പോളിനോമിയൽസ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ളതിൽ നിന്നും ഒരു ചെറിയൊരു ക്വാഡ്രാറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. പോളിനോമിയൽസ് നമുക്കറിയാം, പല ടൈപ്പ് ഓഫ് പോളിനോമിയൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ലീനിയർ പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ക്യൂബിക് പോളിനോമിയൽ എക്സെട്ര. അതിൽ ഗ്രാഫ് എന്നുള്ളൊരു ഐഡിയ നമ്മൾ പഠിക്കുന്നുണ്ട്. ഗ്രാഫ് ഓഫ് എ പോളിനോമിയൽ എന്ന് വെച്ചാൽ ആ എക്സിൻ്റെ വാല്യൂ എക്സ് ആക്സിലും പോളിനോമിയലിൻ്റെ വൈ ആക്സിലും ഇട്ട് കിട്ടുമ്പോൾ കിട്ടുന്ന പോയിന്റ്സ് മാർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന കർവിനെയാണ് നമ്മൾ ഗ്രാഫ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഗ്രാഫ് ഓഫ് എ പോളിനോമിയൽ എന്ന് പറയുന്നത് ഒരു ലീനിയർ പോളിനോമിയലിൻ്റെ ഗ്രാഫ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഗ്രാഫ് പാരബോള ഞാൻ കാണിച്ചു തന്നായിരുന്നു. ഇനി സീറോ ഓഫ് എ പോളിനോമിയൽ, എക്സിന് നമ്മൾ എന്തെങ്കിലും വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ പോളിനോമിയലിൻ്റെ വാല്യൂ 0 വരുന്നുവെങ്കിൽ ആ എക്സിന് കൊടുത്ത വാല്യൂനെയാണ് നമ്മൾ സീറോ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ സീറോ ഓഫ് ദ പോളിനോമിയൽ ജോമെട്രിക്കലി മീൻ ചെയ്യുന്നത് സീറോ ഓഫ് എ പോളിനോമിയൽ ഈസ് ദ വാല്യൂ, the x coordinate of the point where the graph of the polynomial meets the x-axis. X-axis intersect ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ ലീനിയർ പോളിനോമിയലിന് മാക്സിമം ഒരു 0 മാത്രമേ കാണത്തുള്ളൂ. ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് മാക്സിമം എത്ര സീറോസ് വരെ ഉണ്ടാകും? 2 zeros വരെ ഉണ്ടാകും. കാരണം പാരാബോള മാക്സിമം 2 പോയിന്റ്സ് ഉണ്ടാകും. എപ്പോഴും 2 എണ്ണം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. In some cases parabola may be like this, touches the parabola. In this case the quadratic polynomial has only 1 zero, single zero. And in some other case the parabola may or may not intersect the x-axis. May not intersect the x-axis ആണെങ്കിൽ no real zeros. ഇത് എ പോസിറ്റീവ് ആകുമ്പോഴുള്ള കേസാണ്. അതുപോലെ തന്നെ എ നെഗറ്റീവ് ആവുന്ന കേസുണ്ട്. എ നെഗറ്റീവ് ആകുമ്പം ഗ്രാഫ് ഓപ്പൺ ഡൗൺവേർഡ്സ് ആയിരിക്കും. ഇനി ഇതിൽ നിന്ന് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പറഞ്ഞു. ദ ഇക്വേഷൻസ് ഓഫ് ദ ഫോം ax square plus bx plus c equal to 0 വെച്ചിട്ടൊരു പോളിനോമിയലിനെ കണക്ട് ചെയ്യുമ്പോഴാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ വാല്യൂവിനെ നമ്മൾ പോളിനോമിയലിൽ 0 എന്ന് പറഞ്ഞു. ഇവിടെ റൂട്ട് ഓർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്കിപ്പോൾ 2 മെത്തേഡ്, എളുപ്പമുള്ള മെത്തേഡുണ്ട്. ഒന്ന് പോസിബിൾ ആണെങ്കിൽ ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസ് ചെയ്താൽ പ്രൊഡക്റ്റ് 0 ആകണമെങ്കിൽ ഈച്ച് ഓഫ് ദം ഷുഡ് ബി 0. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഓർ വെരി വെരി ഗുഡ് മെത്തേഡ്, ബെറ്റർ മെത്തേഡ് ക്വാഡ്രാറ്റിക് ഫോർമുല എന്ന് പറയും. ദിസ് ഈസ് ദ ക്വാഡ്രാറ്റിക് ഫോർമുല. ഇനി അതിൽ ഈ സ്ക്വയർ റൂട്ടിന് ഇൻസൈഡിലുള്ള ടേമിനെ നമ്മൾ ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയും. ആ ഡിസ്ക്രിമിനൻ്റ് മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് റൂട്ട്സിൻ്റെ നേച്ചർ പറയാൻ പറ്റും. ബി സ്ക്വയർ മൈനസ് 4ac 0 ആണെങ്കിൽ റൂട്ട്സ് റിയൽ ആൻഡ് ഈക്വൽ. പോസിറ്റീവ് ആണെങ്കിൽ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. നെഗറ്റീവ് ആണെങ്കിൽ ഇമാജിനറി റൂട്ട്സ് ആയിരിക്കും. അതൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആൽഫ ബീറ്റ ആണെങ്കിൽ റൂട്ട്സ് കണ്ടുപിടിക്കാൻ തന്നെ നമുക്ക് റൂട്ട്സിൻ്റെ സമ്മും പ്രൊഡക്റ്റും പറയാൻ പറ്റും. സം ഓഫ് ദ റൂട്ട്സ് ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ എ, പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് ആൽഫ ബീറ്റ സി ബൈ എ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ പഠിപ്പിക്കുന്നതിൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മളിവിടെ നിന്നത് നിങ്ങൾക്കതിൻ്റെ റിപ്ലൈ അയക്കുന്നതായിരിക്കും കേട്ടോ. സോ നമുക്ക് ഏകദേശം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട് 10th. നന്നായിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതുക കേട്ടോ. തന്നിരിക്കുന്ന സിലബസ്, നിങ്ങൾക്ക് സിലബസ് തന്നിട്ടുണ്ട്. ഇപ്പോൾ മാത്സ് ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും നിങ്ങൾക്കൊരു സിലബസ് തന്നിട്ടുണ്ട്. ആ സിലബസിൽ ഉള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. 10th പഠിച്ചവരോടുകൂടി കുറച്ചുകൂടി ഒന്ന് തിങ്ക് ചെയ്തിട്ട് കുറച്ചുകൂടി ഡെവലപ്പായിട്ട് നിങ്ങൾ തന്നെ പഠിക്കാൻ ശ്രമിച്ചാൽ അത് നല്ലതായിരിക്കും. എനിവേ 10th കാര്യങ്ങൾ എങ്കിലും നന്നായിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. വിഷ് യു ഓൾ എ ഗുഡ് ഫ്യൂച്ചർ. സോ ബ്രില്യൻ്റിലേക്ക് വരാനായിട്ട് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.
ടെസ്റ്റ് എഴുതി നന്നായിട്ട് പെർഫോം ചെയ്യുക. നല്ല റാങ്ക് മേടിച്ചാൽ ആദ്യം ബ്രില്യൻറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഉണ്ടാകും. അഡ്മിഷൻ കിട്ടും. സ്ക്രീനിങ് ടെസ്റ്റിൽ ആയിക്കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ളൊരു സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തിട്ട് ചെയ്യാൻ പറ്റും. വിഷ് യു ഓൾ സക്സസ്. ഭാവിയിൽ നിങ്ങൾ ഇഷ്ടമുള്ള നീറ്റ് ആണെങ്കിൽ നീറ്റിലേക്ക്, IITയിലാണെങ്കിൽ IITയിലേക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. സോ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റ്. നന്നായിട്ട് പഠിച്ചെഴുതുക. ആൻഡ് today's video I am concluding here. Thanks for your cooperation. Thank you very much.